السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدرس 80 من سلسلة فهم القرآن. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ 80ാമത്തെ യൂണിറ്റിലാണ് നമ്മളുള്ളത്. കുറച്ചധികം ക്ലാസ്സുകൾ നമ്മൾ മറ്റ് പല കാര്യങ്ങളും അതിൻ്റെ വ്യാകരണവും വിശദാംശങ്ങളും ആവർത്തനവും പരീക്ഷയ്ക്ക് വേണ്ടിയും പഠനത്തിനും വിശകലനത്തിനുമായി നാം വിനിയോഗിച്ചിട്ടുണ്ട്. 80ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 80ാമത്തെ ക്ലാസ് എന്നല്ല. എന്തായാലും ഒരുമിച്ച് കൂടിയതെല്ലാം ഖുർആന്റെ വിശകലനത്തിനായതിനാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അതൊക്കെ സ്വീകരിക്കട്ടെ. അത് മുഖേന നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നമ്മുടെ പിൻതലമുറയ്ക്കുമൊക്കെ ഇതിനു വേണ്ടി സാഹചര്യം ഒരുക്കി തരുന്ന പലരുമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തരുന്നവരും നമ്മൾക്ക് പശ്ചാത്തലം ഒരുക്കി തരുന്നവരുമായ ഒരുപാട് ആൾക്കാർ, അവർക്കൊക്കെയും അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം നൽകട്ടെ. അവരെയൊക്കെ ഖുർആനിലേക്ക് ഇറങ്ങാൻ, അറബി ഭാഷയിലേക്ക് ഇറങ്ങാൻ നമ്മൾ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. സൂറത്തുൽ ഇൻഫിത്താർ, അൽ ഇൻഫിത്താർ അല്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സൂറത്തുൽ ഇൻഫിത്താർ ആണ്. ക്രിയകൾ ഗ്രൂപ്പിലേക്ക് ഇട്ടില്ലല്ലോ. ക്രിയകള് വോയിസും ഗ്രൂപ്പിൽ ഇടുന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ക്രിയകൾ ഇട്ടില്ല. 2 ക്രിയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചില്ലേ? 2 ക്രിയ ഇട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ വോയിസ് ഇടുന്നൊക്കെ പറഞ്ഞു ഇട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇടാം. ഇൻഷാ അല്ലാഹ് എല്ലാം പരിഹരിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകം ഒരു പേജിലെ 100-ലധികം പദങ്ങൾ മനസ്സിലാകുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അതിന് നമ്മൾ അള്ളാഹ്ക്ക് എത്ര ശുക്ർ ചെയ്താലും, ശുക്രിന്റെ സുജൂദുകൾ ചെയ്യണം. നമ്മൾ എത്ര സുജൂദ് ചെയ്താലും മതിയാകില്ല. മാത്രമല്ല നമ്മുടെ സന്തോഷം നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധുക്കളുമായി ഒക്കെ നമ്മൾ പങ്കുവയ്ക്കണം. അപ്പൊ അവർക്കും അതൊരു പ്രചോദകം. ഖുർആനിൽ ആകെ 77,500 വാക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് 50,000-60,000 വാക്കുകളിലധികം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച എല്ലാം ഒന്നും എണ്ണത്തിൽ കൂട്ടുന്നില്ല കേട്ടോ. നമ്മൾ എണ്ണം തികയ്ക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുന്നതല്ല. എല്ലാം ഒന്നും കൃത്യമായിട്ടാണ് കൂട്ടുന്നില്ല. അതൊക്കെ എന്താണ്, ഒരു ശരാശരി കണക്കുകൾ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും കണക്കിനപ്പുറം നിങ്ങൾക്കറിയാം, ഒരു പേജിലത്തെ 100-ലധികം വാക്ക് നിങ്ങൾക്കറിയാം. 77% എന്നല്ല പലരും ഇട്ടിരിക്കുന്നത്, അതിൽ കൂടുതൽ ശതമാനം കിട്ടും എന്നാണ് ഇട്ടത്. സൂറത്തുൽ ഇൻഫിത്താർ 7 മുതൽ 13 വരെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم. ഇതിൽ മിക്കവാറും വാക്കുകൾ നമ്മൾ പഠിച്ചതാണ്. പുതിയ വാക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ വാക്ക് ഒന്നാമത്തെ വരിയിൽ അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ, അല്ലെങ്കിൽ ഫഅദലക വരെയുള്ള 7-ാം സൂക്തത്തിൽ എന്ത് വാക്കാണ് പുതിയതായിട്ടുള്ളത്? ഫഅദലക.
അതലൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ വാക്ക് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതല എന്നതാണ് വാക്ക്. കലക്കൊക്കെ പറഞ്ഞതുപോലെ അതലക്ക. അപ്പോ പിന്നെ ഫ. അതല എന്നതാണ് വാക്ക്. 3 അക്ഷരമുള്ള ക്രിയ കണ്ടെത്തണമല്ലോ. ഭൂരിപക്ഷം ക്രിയകളും 3 അക്ഷരമോ അടിസ്ഥാനപരമായി 3 അക്ഷരങ്ങളോടൊപ്പം അധിക അക്ഷരം വന്നവയായിരിക്കും. അങ്ങനെയുള്ള വാക്ക് ഏതാണെന്നുള്ള ഫോക്കസ് ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ അതല എന്ന വാക്ക് കിട്ടും. അതല നമുക്കറിയുന്ന വാക്കാണ് അതല. അതിലുൻ നീതി. അതിലുൻ നീതി. അതല നീതിപൂർവകമാക്കി അല്ലെങ്കിൽ സന്തുലിതമാക്കി. സന്തുലിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് സംസ്കൃത വാക്കുകളിലേക്കൊക്കെ പോവുകയാണ്, കുറച്ച് സാഹിതീയം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ നേരെയാക്കി. ചൊവ്വയുടെ വേറൊരു പദമാണ്. ശരി, അതിലേക്ക് ഒന്നുകൂടെ വരാം. അടുത്ത സൂക്തം ഫീ അയ്യ സൂറത്തിൻ നശാഅ റക്കബക്. അതിലെന്താ പുതിയ വാക്ക്? റക്കബ. റക്കബ. അതിലും നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ കായൊക്കെ ഒഴിവാക്കിയിട്ട് ഏത് വാക്കാണ് ഒറിജിനൽ വാക്ക് അതാ പറയേണ്ടത്. അത് പറഞ്ഞു ശീലിക്കും. റക്കബ എന്നതാണ് പുതിയ വാക്കായിട്ട് ഇവിടെ ഉള്ളത്. റക്കബ. അപ്പൊ ഗൾഫുകാരിക്കൊക്കെ അറിയാം. റക്കിബ് റക്കിബ് എന്നൊക്കെ പറയും ഗൾഫുകാർ. കേട്ടുണ്ടോ? ഗൾഫിലുള്ള ആരുണ്ട് പോയിട്ടുള്ളതോ വന്നിട്ടുള്ളതോ? പിടിപ്പിച്ചു, അങ്ങനെയുള്ളത്. പിടിപ്പിച്ചു, കളിപ്പിച്ചു. ആ കളിപ്പിക്കലാണ് ഇവിടെയുള്ളത്. റക്കബ. അപ്പൊ റക്കബ സബ്ബഹ ഗ്രൂപ്പ് ആക്കിയാൽ അതിന്റെ കൽപ്പനയാണ് റക്കിബ്. സബ്യഹ പോലെ റക്കിബ്. റക്കിബ്. അപ്പോ റക്കബ ഘടിപ്പിച്ചു അല്ലെങ്കിൽ സംഘടിപ്പിച്ചു. നിന്നെ. പിന്നെ കല്ലാ ബൽ തുകസ്സിബൂന ബിദ്ദീൻ. അതിലെന്താ പുതിയത്? 2 ആയത്ത് ചർച്ച ചെയ്തപ്പോ 2 പുതിയ വാക്ക് കിട്ടി. ഇതിലൊന്നുമില്ല. ഇതിലൊന്നുമില്ല, എല്ലാം പഴകിയ വാക്കുകളാണ്. ബിദ്ദീനൊക്കെ 1ാമത്തെ ക്ലാസ്സിൽ തന്നെ, 2ാമത്തെ ക്ലാസ്സിൽ പഠിക്കും. 2ാമത്തെ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. എന്താ പുതിയ വാക്ക്? അതിലുമില്ല. ഹാഫിളീൻ സൂക്ഷിപ്പുകാരൻ. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പുതിയ വാക്ക് ഇല്ല. കിറാമൻ കാത്തിബീൻ. അതെന്താ വാക്ക്? കിറാമൻ മാന്യനല്ലേ? കാത്തിബീൻ എഴുത്തുകാരനാണോ? അങ്ങനെയാണോ? അപ്പൊ കാത്തിബീൻ എന്താണ്? എന്താ അർത്ഥം? എഴുത്തുകാരൻ. കതബ എഴുതി, എഴുത്തുകാർ രേഖപ്പെടുത്തി. എഴുത്തുകാർ എന്നാണെങ്കിൽ കിറാം എന്തായിരിക്കും? കിറാം ആദരണീയ. കാത്തിബീൻ ബഹുവചനമാണ്. അപ്പൊ കിറാമിന്റെ ബഹുവചനം ആദരിക്കൽ. കിറാമിന്റെ ബഹുവചനമാണ്. കിറാമിന്റെ വിശേഷണമാണ് കാത്തിബീൻ എങ്കിൽ കാത്തിബീനും കിറാമും ബഹുവചനമായിരിക്കൂലേ? കിറാമിന്റെ ബഹുവചനമാണ് കാത്തിബീൻ. കിറാമ് ഫത്തഹുള്ളതുകൊണ്ട് ഈന വന്നു. കിറാമിന്റെ ബഹുവചനം കാത്തിബീനോ? കിറാമ് കാത്തിബീൻ ബഹുവചനമാണെങ്കിൽ അത് മുമ്പ് വന്ന പദത്തിന്റെ വിശേഷണമാണല്ലോ കാത്തിബീൻ. അപ്പോ കിറാമും എന്തായിരിക്കണം? ബഹുവചനമായിരിക്കണം. കിറാമിന്റെ വിശേഷണമാണ് കാത്തിബീൻ എങ്കിൽ കാത്തിബീൻ ബഹുവചനമാണെങ്കിൽ കിറാമും ബഹുവചനമായിരിക്കും. നമ്മൾ 4 കാര്യം യോജിക്കണം എന്ന് പറഞ്ഞില്ലേ വിശേഷണത്തിൽ. ഏകവചനമാണെങ്കിൽ ഏകവചനമായിരിക്കണം, ബഹുവചനമാണെങ്കിൽ ബഹുവചനമായിരിക്കണം. കരീമിന്റെ ബഹുവചനമാണ് കിറാം. ഓക്കെ. കരീമുൻ കിറാമുൻ. അപ്പോ കരീമുമാരാണ് എഴുത്തുകാര്. കരീമുമാരാണ്. അപ്പോ ആദരണീയരാണ്. ഓക്കെ. യഅലമൂന മാ തഫ്അലൂൻ. അപ്പോ കിറാം
പുതിയ വാക്കായിട്ട് കാണേണ്ട കാര്യമില്ല. കരീമിന്റെ ബഹുവചനമാണ്. അത് നമ്മൾ അന്ന് പഠിക്കാത്തോണ്ടാവും. കരീമിന്റെ ബഹുവചനം കിറാമാണെന്ന് പഠിക്കണം. യഅലമൂന മാ തഫ്അലൂൻ അല്ല പുതിയ വാക്കുണ്ടോ? അലു എല്ലാം അറിയുന്നത് തന്നെ. ഇല്ല, പഴയ വാക്കുകളാണ്. കാലയും അലിമയുമാണ്. ശരി, മാഹലത്തിലെ മായം പഠിച്ചിട്ടുണ്ട്. ഇന്നൽ അബ്റാറ ലഫീ നഈം. അതെന്താ പുതിയ വാക്ക്? പുണ്യവാന്മാർ ഇതും എല്ലാം അറിയുന്നതാ. എല്ലാം അറിയുന്നതാണ്. അബ്രാർ നമ്മൾ വേറെ എവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, വേറെ സൂറത്തിൽ അബ്രാർ. പുണ്യവാന്മാര്. അതെ ഇബ്രാർ വേറെ എവിടെ പഠിച്ചിട്ടുണ്ടെന്നോ? മുത്തഫിഫീൻ, അൽ മുത്തഫിഫീൻ. ആ, അൽ മുത്തഫിഫീൻ പഠിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒന്നുകൂടെ നോക്കാം. അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചിന്തിക്കണം. നേരത്തെ ഞാൻ ഒരായത്ത് മുൻകൂട്ടി ഒരു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് അവിടെ നിർത്താനും പാടില്ല, ഇവിടെ തുടങ്ങാനും പാടില്ല. മാ ഖറഖക ബിറബ്ബിക്കൽ കരീം അവിടെ നിർത്താൻ കുഴപ്പമില്ല. പക്ഷെ അല്ലദീ ഖലഖക എന്ന് പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ചവനായവൻ ആരാണോ അവൻ, ഇവിടെ ഒരു തുടക്കമില്ല. കാരണം എന്താ? അല്ലദീ പറയുമ്പോ അല്ലദീക്ക് മുമ്പുള്ളതുമായി ബന്ധപ്പെടുത്തി മാത്രമേ ഇപ്പോഴും തുടങ്ങാവൂ. അപ്പോ മാ ഖറഖക ബിറബ്ബിക്കൽ കരീം, കരീമായ നിന്റെ മാന്യനും ഔദാര്യവാനുമായ, രണ്ടർത്ഥവും അവിടെ ഉണ്ട്. കരീമിന് മാന്യൻ എന്നുണ്ട്, ഔദാര്യവാൻ എന്നുണ്ട്. അന്ന് പറഞ്ഞായിരുന്നു. മാന്യനും ഔദാര്യവാനുമായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നീ എന്തുകൊണ്ട് വഞ്ചിതനായി പോയി? അല്ലെങ്കിൽ നിന്നെ വഞ്ചിച്ചത് ആരാണ്? നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത് ആരാണ്? എന്തൊരു സംഗതിയാണ്, എന്തൊരു വസ്തുതയാണ് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത്? അവൻ നിന്റെ റബ്ബാണ് എന്ന് മാത്രമല്ല, അവിടെ തന്നെ പറഞ്ഞു റബ്ബാണ് അവൻ. റബ്ബാണ് എന്ന് മാത്രമല്ല, അവൻ കരീമുമാണ്, അഥവാ മാന്യനും ഔദാര്യവാനുമാണ്. പോരെങ്കിൽ അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനാൽ, നിന്റെ മാനുഫാക്ചർ. നമ്മളിപ്പോ കമ്പനി വർക്ക് ചെയ്തിട്ടിരിക്കുന്ന കമ്പനിക്ക് വിരുദ്ധമായ ആരും ഒന്നും പറയില്ലല്ലോ. അതിന് പറയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് വിരുദ്ധമായി പറയില്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് വിരുദ്ധമായി പറയില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മള് സൃഷ്ടിച്ചവരാണ്, നമ്മളെ മാനുഫാക്ചറാണ്. നമ്മളെ സൃഷ്ടാവിനെ കാര്യത്തിൽ നമ്മൾ എന്താണ് വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഖലഖക, സൃഷ്ടിക്കുക മാത്രം, മാനുഫാക്ചർ ചെയ്തു എന്ന് മാത്രമല്ല, ഈ മാനുഫാക്ചർ ചെയ്തത് വേറെ ആരോ പ്ലാൻ ചെയ്തതനുസരിച്ച് അല്ല. അവൻ എന്ത് ചെയ്തു? സവ്വ, അതിനെ ചൊവ്വാക്കി, നേരെയാക്കി, ശരിപ്പെടുത്തി. അപ്പൊ സൃഷ്ടിപ്പിനെ ശരിപ്പെടുത്തിയത് അവനാണ്. അല്ലാതെ വേറെ ഒരു പ്ലാനർ അല്ല, അല്ലെങ്കിൽ വേറെ ഒരു പ്ലാനറും ഡിസൈനറും ഇൻവെന്ററും ഒന്നുമില്ല. പ്ലാനർ ഇല്ല, മറ്റൊരു പ്ലാനർ ഇല്ല, ഡിസൈനർ ഇല്ല, ഇൻവെന്റർ ഇല്ല, ആർക്കിടെക്ചർ ഇല്ല, പിന്നെന്താ ഉള്ള? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അൽ ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്. ഈസ് ദ മാനുഫാക്ചറർ. ഹുവല്ലാഹുൽ ഖാലിഖ് അൽ ബാരി, ഈസ് ദ ഡിസൈനർ. അൽ മുസവ്വിർ, ആർക്കിടെക്ചർ. രണ്ടും മാറ്റി തിരിച്ചും വേണമെങ്കിൽ പറയാം. അവനാണ് ആർക്കിടെക്ചർ, അവനാണ് ഡിസൈനർ, അവനാണ് പ്ലാനർ, എല്ലാം ചെയ്തവനാണ് അവൻ. ആ സൃഷ്ടാവിനെ ആ സൃഷ്ടാവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ വഞ്ചിതനായി പോകുന്നുണ്ട്? എന്തുകൊണ്ട് ആ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിൽ നിന്നും മാറിപ്പോകുന്നു? അല്ലെങ്കിൽ ആ സൃഷ്ടാവിനോടൊപ്പം എന്തുകൊണ്ട് വേറൊരാളിനെ ആരാധിക്കുന്നു? അല്ലെങ്കിൽ ആ സൃഷ്ടാവിന് കൊടുക്കേണ്ട എന്തെങ്കിലും അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ വേറെ ആർക്കെന്തിനു കൊടുക്കുന്നു? ഇതാണ് ചോദിക്കുന്നത്. അല്ലദീ ഖലഖക ഫസവ്വാക, നിന്നെ നേരെയാക്കിയവൻ, നിന്നെ ശരിപ്പെടുത്തിയവൻ. ഫഅദലക, എന്നിട്ട് അവൻ സന്തുലിതമാക്കി. ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മെഡിസിനൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ശരീരശാസ്ത്രം, അനാട്ടമി പഠിച്ചു നോക്കണം. അനാട്ടമി ഒന്നും ഇപ്പൊ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അനാട്ടമി പ്രപഞ്ചത്തിന്റെ ഘടനയുമായി ബന്ധപ്പെടുത്തി ഒരു അനാട്ടമി പഠിക്കണം.
പ്രപഞ്ചത്തിന്റെ ഘടനയിൽ ഒരു വസ്തുവാണ് മനുഷ്യൻ. അനാട്ടെ എന്താ അങ്ങനെ പറഞ്ഞാല്? അനാട്ടമി എന്ന് പറഞ്ഞാല് എന്താണ് പറയാ മലയാളത്തിൽ? അറിയുന്നവര് പറയും. ശരീരശാസ്ത്രം. അത് തന്നെ, ശരീരശാസ്ത്രം. ശരീരത്തിന്റെ ഒരു ഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കരൾ എന്ത് ചെയ്തിരിക്കുന്നു? കരളില് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000-ലധികം എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, 1000-ലധികം എന്താ പറയാ മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോ അതേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫാക്ടറിയാണ്, മരുന്നുശാലയാണ് ശരീരം. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു വരാൻ നമ്മുടെ കരൾ. അപ്പൊ ഇതൊക്കെ നോക്കിയാൽ അങ്ങനെയാണ് സവ്വ പഠിക്കേണ്ടത്. അല്ലാതെ വെറുതെ സവ്വ നേരെയാക്കിയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ നേരെയാക്കി അവന്റെ കണ്ണാണ്ട് പുസ്തകങ്ങൾ ചെയ്യുന്നത്, ചെവി അതിന്റെ ഒക്കെ ഭംഗിയോ മനോഹരമാക്കിയാണ്. അത് ഇതിന്റെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു സൂചി ഒരു പോയിന്റിൽ കുത്തിയാൽ സർവ്വ രോഗങ്ങളും സംഹരിക്കാൻ പറ്റിയ സംവിധാനമാണ് ബോഡിയിൽ ചെരുവിച്ചിരിക്കുന്നത്. അതുകൂടെ പഠിക്കണം. നമ്മൾ കുറെ രാസവസ്തുക്കൾ കടത്തിവിടുമ്പോഴല്ല രോഗം ശമിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ എന്ത് ചെയ്യാം? ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. അത് കണ്ടെത്തണം നമ്മൾ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സവ്വായുടെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. അതാരും കണ്ടെത്തില്ല. കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചം ഒരു ഘടനയാണ്. ആ ഘടനയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ബോഡി പ്രവർത്തിക്കുന്നത് പ്രപഞ്ച ഘടനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ നമ്മൾ നോക്കുക, നമസ്കാരം എത്ര മണിക്ക് കഴിഞ്ഞൊക്കെ നമസ്കരിക്കാൻ, ഫജ്ർ നമസ്കരിക്കാൻ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ ഘടനയിലല്ലേ? പ്രപഞ്ച ഘടന അനുസരിച്ച്. അപ്പൊ നമ്മളെ ബോഡി സ്വിച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ ഘടന അനുസരിച്ചാണ്. സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത് പ്രപഞ്ചത്തിന്റെ ഘടന അനുസരിച്ചാണ്. ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല. ഇശാ നമസ്കരിച്ചിട്ട് പിന്നെ കലാമൊന്നും പാടില്ല എന്നാ പറയുന്നത്. നമ്മൾ ഇശാ നമസ്കരിച്ചിട്ടാ വന്നിട്ട് കലാം പറയും. അപ്പൊ എല്ലാവരും ആ സമയത്ത് കിട്ടുള്ളൂ എന്നുള്ളതാണ് ചെയ്യുന്നത്. മഗ്‌രിബ് നമസ്കരിച്ചിട്ട് വന്നാൽ ഇവിടെ മഗ്‌രിബ് നമസ്കാരം കഴിയുമ്പോൾ വേറെ ചില സ്ഥലത്ത് മഗ്‌രിബ് നമസ്കാരം അപ്പൊ എന്ത് ചെയ്തു? നമ്മളത് മാറ്റി വെച്ചു. പിന്നെ യഥാർത്ഥത്തിൽ ഫജ്റിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ആ സമയത്ത് എന്ത് ചെയ്യും? ആൾക്കാർ പണിയിലാണ്, കുട്ടികളെ പഠിക്കാൻ വേണം. അങ്ങനെ പല അസൗകര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് പിന്നെ വീണ്ടും ഞാൻ പിന്നെ വിചിന്തനം ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല, സമയം മാറ്റാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വെച്ചിരിക്കുന്നത് മാത്രമേ. അപ്പോ സ്വിച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞതും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞതും അധ്യാന നമസ്കാരവും ഇതെല്ലാം എന്താണ്? പ്രപഞ്ചത്തിന്റെ ഘടനയുമായി ബന്ധപ്പെടുത്തിയ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുമായി ബന്ധപ്പെടുത്തിയാണ് മനുഷ്യന്റെ ബോഡിയും പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് കുറെ പഠിക്കാനുണ്ട്. നിങ്ങൾ വരും, നമുക്ക് പഠിപ്പിക്കാം. പുതിയ വേറെ ശരീരശാസ്ത്രമൊക്കെ പഠിക്കാൻ വേണ്ടി വേറെ വിദ്യാഭ്യാസം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിക്കാം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. അതിനകത്ത് ഞാനൊരു ഡോക്ടറോട് പറഞ്ഞു, ഞാനിപ്പോ ഇത് പഠിക്കുന്നുണ്ട്, വൈദ്യശാസ്ത്രം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അനാട്ടമി പഠിപ്പിച്ചിടണമെന്നു. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞെന്താണ്? അതൊരിക്കലും പഠിച്ചു തീരൂല, അത് പഠിക്കണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്നാണ്. കാരണം എന്റെ റബ്ബിനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നഫ്സിനെ മനസ്സിലാക്കണം. നീ സ്വന്തത്തെ മനസ്സിലാക്കിയാൽ നീ ഏതൊരുവൻ സ്വന്തത്തെ മനസ്സിലാക്കുന്നുവോ അവൻ റബ്ബിനെ മനസ്സിലാക്കുന്നത്. അതാണ് പുതിയ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ വന്നിട്ട് എന്ത് ചെയ്തത്? അവന് തന്നെ നോക്കി ആരാധിച്ചെന്ന് പറഞ്ഞല്ലോ. കണ്ണാടി എടുത്തു വെച്ചിട്ട് ആ കണ്ണാടി നോക്കി സ്വന്തത്തെ നോക്കി എന്ത് ചെയ്തു? ആരാധിച്ചു. കാരണം എന്താ? അദ്ദേഹം കേട്ടിട്ടുള്ളത് തന്നെ മനസ്സിലാക്കിയല്ല റബ്ബിനെ മനസ്സിലാക്കി. അതേപോലെ നിങ്ങളിൽ തന്നെയുണ്ട് ദൃഷ്ടാന്തങ്ങൾ. ആകാശഭൂമികളിലൊക്കെ ഈ ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അംഫുസിക്കും, നിങ്ങളിൽ തന്നെയുമുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക നമ്മൾ മുമ്പ് ഇതേ ഉദാഹരണം പഠിച്ചായിരുന്നു. പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്?
സൂറത്ത് തീനിൽ എന്താ പഠിച്ചത്? സൂറത്ത് തീനിൽ لقد പഠിച്ചു. خلقنا الإنسان في أحسن تقويم. സൂറത്ത് തീനിൽ പഠിച്ചു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഓൺ എ പെർഫെക്റ്റ് സ്ട്രക്ചർ. ഒരു പെർഫെക്റ്റ് ആയ സ്ട്രക്ചറിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞു അല്ലദീ ഖലഖ ഫസവ്വ എന്ന് പറഞ്ഞു. അല്ലദീ ഖലഖ ഫസവ്വ എന്ന് പറഞ്ഞു. അവിടെ ഖലഖ എന്ന് പറഞ്ഞാൽ ഖലഖ മൻ എന്ന് പറഞ്ഞില്ല, ആരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്ത് ചെയ്തു? എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ഫസവ്വ, എല്ലാത്തിനെയും നേരെയാക്കി. അതേപോലെ സൂറത്ത് റഹ്മാനിൽ എന്ത് പറഞ്ഞു? വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ, ആകാശത്തെ മുഴുവൻ അവൻ ഉയർത്തി. വവദഅൽ മീസാൻ, സന്തുലിതത്വം ഇൻസ്റ്റാൾ ചെയ്തു, വെച്ചു. ഈ റക്കബ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു വാക്കാണ് വദഅ. സന്തുലിതത്വം സ്ഥാപിച്ചു. ഇവിടെ എന്തുണ്ട്? ഒരു സന്തുലിത വ്യവസ്ഥിതിയുണ്ട്. ആ പ്രപഞ്ചം മുഴുവൻ അടങ്ങുന്നതാണ് സമാ എന്ന് പറഞ്ഞത്. സമായിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സമായിലാണ്. അപ്പൊ ആകാശത്തെ സൃഷ്ടിച്ചു, അതിൽ സന്തുലിതത്വം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അടങ്ങുന്നതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചം മൊത്തം അടങ്ങുന്നത്. ഭൂമി ആകാശത്തിലുള്ളത്, ആകാശത്തിലുള്ള സൂര്യനെ ചുറ്റിക്കൊണ്ടാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ആകാശത്ത് നിൽക്കുന്ന ആ സമാ എന്ന് പറയുമ്പോൾ ആ ഭൂമി അടക്കമുള്ളത്. അത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ. അപ്പൊ എന്ത് പറഞ്ഞു? വദഅൽ മീസാൻ, അവൻ സന്തുലിതത്വം സ്ഥാപിച്ചു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ ആ സന്തുലിതത്വത്തിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്ത് നിങ്ങൾ കൈ കടത്തരുത് എന്ന്. ഇതെല്ലാം ഇതിൽപ്പെട്ടതാ. അല്ലെങ്കിൽ ഖലഖക ഫസവ്വാക, അപ്പൊ നിന്നെ തന്നെ സൃഷ്ടിക്കുകയും നേരെയാക്കുകയും ചൊവ്വാക്കുകയും സന്തുലിതമാക്കുകയും ഒക്കെ ചെയ്തവൻ. അതല്ല നീതിപൂർവകമാക്കി, നീതി പാലിച്ചു. അതല നീതി പാലിച്ചു എന്നൊക്കെയാണ്. ആദിൽ, നീതിമാൻ. അൽ ആദിൽ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളിലുള്ള ഒരു നാമമാണ്. ഫലദി ഖലഖക ഫസവ്വാക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക ഫീ അയ്യി സൂറത്തിൻ മാ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ മൂന്നാം ഭാഗം പഠിച്ചവരാരെങ്കിലും അത് മനസ്സിലാവും. മാ ഫീ അയ്യി സൂറത്തിൻ മാ, ഏതോ ഒരു രൂപത്തിൽ. മാ വരുമ്പോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്താ? ഫീ അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിലാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഏതൊരു രൂപത്തിലാണ് ആകണം എന്ന് അവൻ ഉദ്ദേശിച്ചത്, ആ രൂപത്തിലാണ് ആയിരിക്കുന്നത്. ചില ആൾക്കാർ ഒരാളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു? വികൃതമായിരിക്കുന്നു. വേറെ ചിലരൊക്കെ നോക്കിയിട്ട് പറയും അത് ഭയങ്കരമായിരിക്കുന്നു, അടിപൊളിയായിരിക്കുന്നു. ഇവിടെ സംഭവം റബ്ബിനെ അറിയാത്തത് കൊണ്ടാണ്. അപ്പോ ഈ റബ്ബാണ് ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, ഏത് ഘടനയിലാകണം. സൂറത്ത് അറിയാലോ, രൂപം. സൂറത്തിൻ രൂപം. സവ്വറ, സീനാണെങ്കിൽ അധ്യായം, സ്വാദാണെങ്കിൽ രൂപം, ചിത്രം, അങ്ങനെയൊക്കെ വരും. സവ്വറ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ ചിത്രീകരിച്ചു, അല്ലെങ്കിൽ കോപ്പി എടുത്തു എന്നൊക്കെ അർത്ഥമുണ്ട് സവ്വറ. അപ്പൊ ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ, അവൻ ഉദ്ദേശിച്ചത് ഏത് രൂപത്തിലാകണമെന്നാണോ ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളെ കൈ അങ്ങോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ തൊലിക്ക് വേറൊരു നിറമാണെങ്കിൽ, അല്ലെ കാലിൽ ചെറിയൊരു കോണുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലയിൽ മുടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തലയിൽ കളർ മാറിയെങ്കിൽ, അത് എന്തായിരുന്നാലും എന്താണ്? ഈ അയ്യി സൂറത്തിൻ മാ ശാഅ, ഏതൊരു ഘടനയിലാകണമെന്നാണോ അവൻ ഉദ്ദേശിച്ചത്, റക്കബക, ആ ഘടനയിൽ അവൻ എന്ത് ചെയ്തു? നിന്നെ സംഘടിപ്പിച്ചു. സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുന്ന അർത്ഥമുണ്ടോ? റക്കബക്ക് രൂപപ്പെടുത്തുന്ന അർത്ഥമുണ്ടോ? ഇല്ല. സവ്വറയാണ് രൂപപ്പെടുത്തി. സൂറത്തിൻ രൂപം സവ്വറ രൂപപ്പെടുത്തി. സവ്വറ.
പറഞ്ഞില്ലേ നേരത്തെ, ഹുവല്ലാഹുൽ ഖാലിഖുൽ പറഞ്ഞു മുസവ്വിർ, രൂപപ്പെടുത്തുന്നവൻ. അപ്പോ ഡിസൈനറും ആർക്കിടെക്ചറും പ്ലാനറും എല്ലാം അവൻ തന്നെയാണ്. അതിൽ പെട്ടതാണ് മുസവ്വിർ. ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഈ സൂറത്തിൽ റക്കബക്. അപ്പൊ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സാധനം അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചു. അത് ഒരു സ്ക്രൂ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്തു, അതിനെ അതിന്റെ ഹോളിൽ ഇറക്കി ടൈറ്റ് ചെയ്തു, റക്കബ. അപ്പൊ അത് അല്ലെങ്കിൽ ഒരു AC വെച്ചു, ഫിറ്റ് ചെയ്തു അത് തന്നെ. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അറബി പഠിച്ചില്ലെങ്കിൽ അറബി അറിയാവുന്ന ആ തരത്തിലേക്ക് പോകണം നമ്മൾ. നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ സഹോദരി? ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷ് പഠിക്കാത്തവർക്കും ഇപ്പോ ഇംഗ്ലീഷ് അറിയാം, അവര് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടിരിക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. ഒരു 2 മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച ആൾക്കാരാണ് ഇംഗ്ലീഷിൽ തോറ്റതുകൊണ്ട് പിന്നെ പോയിട്ടില്ല. അപ്പോ പിന്നെ എന്ത് ചെയ്യണം നമ്മള്? അറബി അറിഞ്ഞില്ലെങ്കിലും അറബി മനസ്സിലാകുന്ന, അറബി പഠിച്ചില്ലെങ്കിലും അറബി മനസ്സിലാകുന്ന വരും നമ്മൾ ഈ രീതിയിൽ അറബി പഠിച്ചാൽ. എന്തായാലും റക്കബ ഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫിക്സ് ചെയ്തു, ഇൻസ്റ്റോൾ ചെയ്തു എന്നൊക്കെ അർത്ഥമുണ്ട്. അതിന് നമ്മളിവിടെ സംഘടിപ്പിച്ചു എന്ന അർത്ഥം കൊടുക്കാൻ കാരണം, വ്യത്യസ്ത ഘടനകൾ, വ്യത്യസ്ത ഘടകങ്ങൾ വ്യത്യസ്ത സ്ഥലത്തോ അല്ലെങ്കിൽ വ്യത്യസ്ത തലത്തിൽ, വ്യത്യസ്ത ഭാവത്തിലും രൂപത്തിലൊക്കെയാണുള്ളത്. അപ്പൊ നമ്മള് മനുഷ്യന്റെ ശരീരം എടുത്ത് ആറ്റിക്കുറുക്കി നോക്കിയാൽ എന്തൊക്കെ ഉണ്ടാവും? സൾഫർ, മഗ്നീഷ്യം, കാർബൺ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്തു. അപ്പൊ എന്തായി? മനുഷ്യനായി. കുറെ സൾഫറും, അതിൽ എത്ര 350 ഗ്രാം സൾഫറും 450 ഗ്രാം മഗ്നീഷ്യവും 100 ഗ്രാം ഫോസ്ഫറസും, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെയാണ് മനുഷ്യന്റെ ശരീരത്തിലുണ്ടെന്നാ പറയുന്നത്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നാല് മനുഷ്യനാകുമോ? മനുഷ്യനാവില്ല. അതിനാണ് അനാട്ടോമി പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിനെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം എടുത്ത് എന്ത് ചെയ്തു? സംഘടിപ്പിച്ചു. അതുകൊണ്ടാണ് സംഘടിപ്പിച്ചു എന്ന വാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ. മനുഷ്യനുള്ള മൂലകങ്ങളെല്ലാം എന്ത് ചെയ്തു? മൂലകങ്ങളെല്ലാം ഭൂമിയിൽ നിന്നും എടുത്തിട്ടുള്ള സംഗതിയാണ്. ഇതെല്ലാം ഭൂമിയുടെ ഭാഗമാണ്. മനുഷ്യൻ തിരിച്ച് ഭൂമിയിലേക്കാണ് പോകുന്നത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തി എവിടെയൊക്കെ മനുഷ്യനെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നോക്കാം. മനുഷ്യൻ എന്ത് ചെയ്തു? കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ആ കളിമണ്ണ് എന്താന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിലെ ഘടകങ്ങൾ എന്നർത്ഥം. മണ്ണിലെ ഘടകങ്ങൾ. ആ മണ്ണിലെ ഘടകങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബ. ഏതോ ഒരു ഘടനയിലാണ് വേണ്ടതെന്ന് അവൻ വിചാരിച്ചത് ആ ഘടനയിൽ കൊണ്ടുവന്ന് ഘടിപ്പിച്ചു. ഈ സാധനങ്ങളൊക്കെ ഊരിയെടുത്താല് പിന്നെ രണ്ടാമത് ഘടിപ്പിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല, അള്ളാഹ്ക്കാണെങ്കിൽ പറ്റും. അപ്പൊ അങ്ങനെ ഘടിപ്പിച്ച നിന്റെ സൃഷ്ടാവിന്റെ കാര്യത്തിൽ നീ എന്തുകൊണ്ട് വഞ്ചിതനായി പോയി? ആ സൃഷ്ടാവിനെ മാത്രമേ നീ വണങ്ങാവൂ. ആ സൃഷ്ടാവിന്റെ മുമ്പിൽ നീ ഓച്ഛാനിച്ച് നിൽക്കണം. ആ സൃഷ്ടാവിന്റെ മുമ്പിൽ നീ സ്വയം അർപ്പിക്കണം. അതാണ് നിന്റെ മുഖം. നീ എന്ത് ചെയ്യുന്നു? സുജൂദിൽ അർപ്പിക്കൂ. കാരണം എന്താ? നിനക്കൊരു ഫേസ് ഉണ്ടെങ്കിൽ, ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ, ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ, നിനക്കൊരു മുഖഭാവം ഉണ്ടെങ്കിൽ, ആ മുഖം അത് സൃഷ്ടിച്ചവന്റെ മുന്നിൽ സമർപ്പിക്കേണ്ടതാണ്. മാത്രമല്ല, നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മസ്തിഷ്കം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ചിന്താശേഷി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മനനശക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ആര് തന്നതാണ്? ഈ സൂറത്തിൻ മാ ശാഅ റക്കബക എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഇതെല്ലാം. ഓരോന്നും പ്രത്യേകം എടുത്തു നോക്കിയാൽ അതിനെല്ലാം പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ തർക്കീബ് ചെയ്തവൻ. ഇതാണ് തർക്കീബ് എന്ന് പറയുന്നത്. ഘടന. വാക്യത്തിന്റെയും തർക്കീബുണ്ട്. ഘടന. റക്കബയോ റക്കീബോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഒരു ക്രിയാധാത് വരുമ്പോ തർക്കീബോ. അപ്പൊ അതിനാണ് തർക്കീബ് സയ്യാറ. സയ്യാറ എന്ത് ചെയ്യുന്നു? അസംബിൾ ചെയ്യുന്നു. റക്കബ സംഘടിപ്പിച്ചു. തർക്കീബ് അസംബിൾ ചെയ്യുന്നു.
ഓക്കെ ഈ സൂറത്തിൻ അല്ല അല്ല അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ ആയിപ്പോയ അതല്ല നിങ്ങളുടെ ചിന്താഗതി അല്ല ശരി എന്നാ പറയുന്നത്. അല്ല അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയൊന്നും അല്ല വിഷയം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യം. ഇവർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാകാഞ്ഞിട്ടല്ല, മറിച്ച് ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. തുകദ്ദിബൂന കല്ല അല്ല, ബൽ എന്നാൽ തുകദ്ദിബൂന നിങ്ങൾ കളവാക്കുന്നു, ബിദ്ദീൻ പ്രതിഫലത്തെ എന്ന് പറഞ്ഞാൽ പ്രതിഫല സിസ്റ്റത്തെ, പ്രതിഫലം നൽകുന്ന ഒരു, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രതിഫലം നൽകുന്ന, സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ എത്ര പ്രതിഫലം കൊടുത്താലും അതെന്തായിരിക്കില്ല, സ്യൂട്ടബിൾ ആയിരിക്കില്ല, ആപ്റ്റ് ആയിരിക്കില്ല. അതില് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പരിമിതികൾ. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു കണക്കനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത്. അത് ദുന്യവിയായ പ്രതിഫലമായിരുന്നാലും ശരി, അതേപോലെ തന്നെ ഭൂമിയിൽ വെച്ച് തന്നെ അള്ള കൊടുക്കുന്ന ശിക്ഷയുടെ രീതിയിലായിരുന്നാലും ഇവിടെ എല്ലാത്തിനും ലിമിറ്റേഷൻ. പക്ഷെ അത് പരലോകത്ത് ചെല്ലുമ്പോൾ ഇതെല്ലാം കണക്കാക്കി പഠിക്കാൻ പോകുന്നു. വിഫാഖൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള പ്രതിഫലമാണ് അവിടെ വെച്ച് കിട്ടുന്നത്. ആ ദീനിനെ കളവാക്കുന്നു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിഫലം, അതായത് മരിച്ചതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കും, പുനർജന്മമല്ല, പുനരുജ്ജീവിപ്പിക്കും. മരിച്ചതിന് ശേഷം എന്ന് പറയുന്നത് പുനരുജ്ജീവിപ്പിക്കൽ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അവസാനിച്ചതിന് ശേഷം പിന്നീട് റിസറക്ഷൻ, പിന്നെ അല്ലെങ്കിൽ റീക്രിയേഷൻ, വീണ്ടും മനുഷ്യനെ സൃഷ്ടിക്കും. ആ സൃഷ്ടിപ്പിന് ശേഷമാണ് ഫൈനൽ ജഡ്ജിമെന്റ് നടക്കുന്നത്. ആ ജഡ്ജിമെന്റ് ഡേ ആണ് നിങ്ങൾ നിഷേധിക്കുന്നത്. ഈ ദീനിനെയാണ് മാലിക് യൗമിദ്ദീൻ എന്ന് അവിടെ പറഞ്ഞു. അവിടെ യൗമുദ്ദീൻ എന്ന് പറഞ്ഞു, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം. ഇവിടെ എന്താണ്, ആ ദിവസത്തെ മാത്രമല്ല, ആ ഘടനയെ, അങ്ങനെ ഒരു സംവിധാനത്തെ, ആ സിസ്റ്റത്തെ തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കളവാക്കുന്നു. അപ്പോ വിശ്വാസത്രയങ്ങൾ എന്ന് പറയും, 3 വിശ്വാസങ്ങൾ, അടിസ്ഥാനപരമായ 3 വിശ്വാസം. എല്ലാ വിശ്വാസങ്ങളെ 6 കാര്യങ്ങളെ ഇവിടെ, അല്ലെങ്കിൽ 6 അല്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ 60 ആണെന്നും 60-ൽ പരമാണെന്നും 70-ൽ പരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഹദീസുകളിലും ഈ പറഞ്ഞ നമ്മുടെ മദ്രസയിൽ പഠിച്ച 6-ലധികം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാത്തിനും ചുരുക്കിയെടുത്താൽ 3 അടിസ്ഥാന വിശ്വാസമാണെന്ന് കാണാൻ പറ്റും. അതിൽ ഒന്നാണ്, അതായത് 3 അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകവിശ്വാസം. അപ്പോൾ ഈ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അതിലുള്ള 3-ൽ ഒന്നാണ് ഈ ആഖിറത്ത്, അദ്ദീൻ. അദ്ദീനെ നിഷേധിച്ചതോടുകൂടി എന്തായി, അയാള് മുഴുവൻ തകർന്നു. ബൽ തുകദ്ദിബൂന ബിദ്ദീൻ വഇന്ന അലൈക്കും ലഹാഫിളീൻ. റിസാലത്ത്, തൗഹീദ്, അത്തൗഹീദ് വൽരിസാലത്ത് വൽആഖിറത്ത് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് അത്തൗഹീദ് വൽരിസാലത്ത് വൽആഖിറത്ത് സൂറത്തുൽ ഇഖ്ലാസിന്റെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചില്ല, അത് മറന്നപ്പോ ചോദിച്ചതാ. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോഴത്തേക്കൊക്കെ ഇത് ഓർമ്മ. ഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ ലഹാഫിളീൻ, ഹാഫിളുകൾ തീർച്ചയായും ഉണ്ട്. ഇന്ന അലൈക്കും ലഹാഫിളീൻ. അപ്പൊ ഇന്നയുടെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ലായാണ് അവിടെ ഉള്ളത്, ലഹാഫിളീൻ. ഇന്ന അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ട്, നിങ്ങളുടെ മീതെ ഉണ്ട്, ലഹാഫിളീൻ, നിരീക്ഷകർ, സൂക്ഷിപ്പുകാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംരക്ഷിക്കുന്നവരുണ്ട് എന്നുള്ളതല്ല, അത് വേറെ കാര്യം. അത് മേൽനോട്ടക്കാരല്ലേ. മേൽനോട്ടക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ മലക്കുകൾ ഉണ്ട്, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അള്ളാഹ് നിങ്ങളെ നിരീക്ഷിക്കുന്നു, അതിനു പുറമെ അള്ളാഹ്
നിരീക്ഷകരെ വെച്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നാലേക്കും ലഹാഫിളീൻ, അവരെന്താണ്? കിറാമനാണ്. അപ്പൊ നേരത്തെ പറഞ്ഞെല്ലാം മനുഷ്യ ശരീരത്തെയും അതിന്റെ റബ്ബിനോടുള്ള കടമയെ കുറിച്ചാണ്. പിന്നെ പറയുന്നത് എന്താ? ഇന്നാലേക്കും ലഹാഫിളീൻ, നിങ്ങളെ മീതെ സൂക്ഷിപ്പുകാരുണ്ട്. അപ്പോ നിങ്ങൾ പരലോകത്ത് നിഷേധിച്ചാലും അള്ളയെ നിഷേധിച്ചാലും അള്ളയോട് നന്ദികേട് കാണിച്ചാലും അതിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അല്ലെങ്കിൽ സംവിധാനം ഉണ്ട്. മലക്കുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ റെക്കോർഡോട് കൂടിയാണ് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷന് തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയില്ലേ? അപ്പൊ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പോലും ഒരു സംഗതി ആ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യണം? തെളിവ് നിരത്തണം പ്രതിക്കെതിരിൽ. അപ്പൊ പ്രതിക്കെതിരിൽ തെളിവ് പ്രോസിക്യൂഷൻ തയ്യാറാക്കി നിരത്തി ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ജഡ്ജിമെന്റ് നടത്തും. അപ്പൊ അതേപോലെ അള്ളാഹ് എന്ത് ചെയ്യും? മലക്കുകളെ കൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നു. നീ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ നിഷേധിച്ചാൽ തെളിവ് സമർപ്പിക്കാൻ ഉണ്ടാകാം. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സൂപ്പർവൈസറി ഇരുന്നു കൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആലേക്കും. ഇനി ഖുർആന്റെ ഘടന അനുസരിച്ച് ഖുർആൻ എന്താണ്? മൊത്തത്തിൽ നോക്കിയാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സൂക്തങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും ഇത് വേറൊരു വിഷയമാണല്ലോ പറയുന്നത് ചെയ്യും. അങ്ങനെയല്ല. മറ്റൊരു വിഷയം പറയാൻ പോകുന്നതെങ്കിൽ പോലും അവിടെ ഒരു കണ്ണികയിട്ട് സെമിക്കോണിട്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടൈറ്റിൽ കൊടുത്ത് അടുത്ത ഇനിയൊരു വേറൊരു വിഷയം ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ശൈലിക്ക് പകരം കിറാമൻ എന്നെ അലയിക്കുന്ന ഹാഫിളീൻ എന്ന് പറയും. നിങ്ങളുടെ മീതെ നിരീക്ഷകന്മാരുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ആ നിരീക്ഷകനെ കുറിച്ച് പറഞ്ഞു. എന്തായി? മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഖുർആൻ. പിന്നെ ആലോചിക്കുന്ന ഹാഫിളീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഹാഫിളീൻ എങ്ങനെയുള്ളവരാണ്? ഹാഫിളിനെ കുറിച്ച് അവർ ഇവിടെ പറയണം, അത് വേറൊരു വിഷയം. പക്ഷെ ഹാഫിളുകളെ കുറിച്ച് അങ്ങനെ ഹാഫിളീനെ കുറിച്ച് പറയുന്ന വേറൊരു വിഷയത്തെ അടുത്ത പിന്നീട് എന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. ആ ഹാഫിളീൻ കിറാമാണ്. നേരത്തെ പറഞ്ഞു കരീമിന്റെ പ്രവചനമാണ് കിറാം. അപ്പൊ കിറാം എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ എന്താണ്? മാന്യന്മാരാണ് എന്നതാണ് ഇവിടുത്തെ അർത്ഥം. അവിടെ ഔദാര്യന്മാരല്ല, ഔദാര്യതയല്ല ഇവിടെ. അവരുടെ ഔദാര്യത്തെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ ആ എഴുത്തുകാർ അല്ലെങ്കിൽ ഹാഫിളുകൾ, നിരീക്ഷകർ എന്താണ്? കിറാമാണ്, മാന്യന്മാരാണ്. നമ്മള് എവിടെ ചെന്നാലും എഴുതുന്നത് ആരായിരിക്കും? എഴുതുന്നത് VIP ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. എഴുതാൻ വേണ്ടി ഒരാൾ എഴുത്തുകാരനെ, ഒരു കാത്തിബിനെ, ഒരു ക്ലർക്കിനെ അവിടെ ചെയ്യും. ആ എഴുത്തുകാരെക്കാളും മാന്യന്മാരായ അല്ലെങ്കിൽ VIP ആയിട്ടുള്ള വേറെ പോസ്റ്റുകൾ ഉണ്ടാകും അവിടെ, വേറെ തസ്തികകൾ അവിടെ ഉണ്ടാകും. അതേസമയം ഇവിടെ എഴുത്തുകാര് അല്ലെങ്കിൽ ഈ സൂക്ഷിപ്പുകാര്, അല്ലെങ്കിൽ നമ്മളിപ്പോ സൂക്ഷിപ്പുകാരെ കുറിച്ച് നോക്കിയാൽ അവര് ഗാർഡ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാലും അതേപോലെ മറ്റെന്തെങ്കിലും വാക്ക് പറഞ്ഞാലും അവരൊക്കെ എന്താണ്? കാവൽക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാംകിട പോസ്റ്റാണത്. പരാമർശ വിധേയമായ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ഒരു ഗ്രേഡ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അതിനു വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതിന്റെ ആവശ്യമില്ല. അവര് മെയ്വഴക്കമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും അവിടെയുള്ള അത്തരം ജോലി ചെയ്യുന്നവർ. അതേപോലെ തന്നെ എഴുത്തുകാരെക്കാളും മികച്ച പോസ്റ്റുള്ള അല്ലെങ്കിൽ VIP ആയിട്ടുള്ള തസ്തികകൾ വേറെ ഉണ്ടാകും. പക്ഷെ ഇവിടെയുള്ള നിരീക്ഷകൻ അല്ലെങ്കിൽ ഹാഫിൾ, നിരീക്ഷകരുടെ ഗ്രേഡ് എന്താ? അവര് VIP ആണ്, കിറാമാണ്, റെസ്പെക്റ്റബിൾ പേഴ്സൺസ് ആണ്. അപ്പൊ എന്താണ്? വെരി ഇമ്പോർട്ടന്റ് അല്ല, അതിനും അപ്പുറമാണ്. വെരി റെസ്പെക്റ്റബിൾ പേഴ്സൺസ് ആണ്. അങ്ങനെയുള്ളവരാണ് അവർ. കിറാമാണ്, കാത്തിബീനാണ്. അപ്പോ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ. അവര് കിറാമാണ്,
കാത്തിബ്. വലത്തും നമ്മളെ ഈ ഇടത്തും വലത്തും ഭാഗത്തുള്ള എഴുതുന്ന മലക്കുകളെ കൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെ, അത് മാത്രമല്ല വേറെയും സംവിധാനങ്ങളുണ്ട്, അതും ഇതിന്റെ ഭാഗമാണ്. ഇടതും വലതും ഇരുന്നുകൊണ്ട് നന്മയും തിന്മയും എഴുതുന്നുണ്ട്. അതേപോലെ മലക്കുകൾ വേറെയും ഉണ്ട്. നമ്മളൊരു സഹോദരനെ കാണാൻ വേണ്ടി പോയാൽ ഒരു മലക്ക് മുമ്പേ പോകുമെന്നാ പറയുന്നത്. നിങ്ങളെ ഒരു സഹോദരനെ കാണാൻ വേണ്ടി പോവുകയാണ്, കാണാൻ വേണ്ടിയുള്ള ലക്ഷ്യം വെച്ച് പോവുകയാണ്. അപ്പൊ ഒരു മലക്ക് കൊടിയും കൊണ്ട് പോകുന്ന പറയും. അങ്ങനെ പല മലക്കുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവരുണ്ട്. അവരൊക്കെ എന്താണ്? മാന്യന്മാരാണ്, കാത്തിബീങ്ങളാണ്. അവര് എഴുതുകയും ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ സമയത്ത് അതിൽ നേരത്തെ പറഞ്ഞ പോലെ തെളിവ് കാണിക്കണം. കിറാമ് കാത്തിബീൻ. അപ്പൊ ഈ കാത്തിബുകൾ കിറാമുമാണ്. അവര് എഴുത്തുകാര് മാന്യന്മാരാണ്. എഴുത്തുകാര് മാന്യന്മാരെന്ന് പറഞ്ഞത് ആരെയും ചെന്നിട്ട് പറയാണ് ഇയാളുടെ പേരിൽ ഇങ്ങനെ സംഗതികളൊക്കെ എഴുതിച്ചോ. നമ്മുടെ മാസ്റ്റർ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ പ്രഥമ വിവര തയ്യാറാക്കുന്ന ആൾക്കാർ, ഫസ്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, FIR തയ്യാറാക്കുന്നവർ. അപ്പോ അവർ എന്ത് ചെയ്യാം? FIR തയ്യാറാക്കുന്നവരെ സ്വാധീനിക്കാം. അവരെ സ്വാധീനിച്ചിട്ട് പ്രതിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എഴുതാനുള്ള നിർദ്ദേശം കൊടുക്കാം. അതുകൊണ്ടല്ലേ പെട്ടെന്ന് FIR തയ്യാറാക്കുന്ന സമയത്ത് ചിലപ്പോൾ ആവശ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചാർത്തി അയക്കാം, ചിലപ്പോൾ ചാർത്തേണ്ട വകുപ്പുകളൊന്നും ചാർത്തില്ല. അടുത്തും പ്രതികരണങ്ങൾ ഉണ്ടായത് അതല്ലേ. വളരെ പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോഴും ആ പ്രതിക്കെതിരായി വിക്ടിമിന്റെ റിലേറ്റീവ് ബന്ധുക്കളായ ആൾക്കാർ ഈ FIR തയ്യാറാക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് പോലും അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോ ഇത് FIR തയ്യാറാക്കുന്ന, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ട് വാദിക്ക് പ്രതിക്ക് അനുകൂലമായോ പ്രതികൂലമായോ, അല്ലെങ്കിൽ വാദിക്ക് അനുകൂലമായോ പ്രതികൂലമായോ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. പക്ഷെ ഇവിടെയുള്ള കാത്തിബുമാർ കിറാമായതുകൊണ്ട് അതിനൊന്നും പറ്റില്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കിറാം എന്ന വാക്ക് ഉപയോഗിച്ചത്. അവർ മാന്യന്മാരാ, അവരുടെ കാര്യം നോക്കുന്നു. അവര് അള്ളാന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയരാണ്, മുഖറബുകളായിരിക്കും. അപ്പോ അങ്ങനെയുള്ളവരാണ് എഴുത്തുകാർ. അപ്പൊ ഹാഫിളുകൾ, സൂക്ഷിപ്പുകാര് കിറാമാണ്, കത്തിബാണ്. യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളിപ്പോ ചെയ്യുന്ന എല്ലാം അവർക്കറിയാൻ പറ്റും. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇന്റൻഷൻ അടക്കം ആ മലക്കൾക്ക് അറിയാൻ പറ്റും. കാരണം എന്താ? അല്ല അവർക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ ഉടനെ തന്നെ അവര് ഇന്റൻഷൻ അടക്കം റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഉണ്ടല്ലോ AI ക്യാമറകളല്ലേ, എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നേരത്തെ പറഞ്ഞ രീതിയിൽ അള്ളാഹ് ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക എന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു കാറിൽ സഞ്ചരിച്ചു പോകുമ്പോഴത്തേക്ക് ആ വാഹനത്തിൽ പോകുന്നയാള് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയുള്ള കഴിവ് അവിടെ സൈഡിൽ നിൽക്കുന്ന മനുഷ്യന്മാർക്കുണ്ടല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ടെക്നോളജി, അതനുസരിച്ചുള്ള ടെക്നോളജി തയ്യാറാക്കിയത്. അതിനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റലിജൻസ്, അതിനേക്കാളും വലിയ ഇന്റലിജൻസ്, ഇപ്പൊ സ്കാർഫ് ഇട്ടുണ്ട് പോയി കഴിഞ്ഞാൽ സ്കാർഫ് ഇട്ടതാണോ അല്ല ഹെൽമെറ്റ് ധരിച്ചാണോ എന്ന് അറിയാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചില നേരം സ്കാർഫ് ഇട്ട് വിചാരിച്ച് നിങ്ങൾ സ്കാർഫ് ഇടാതെ പോയിട്ട് ഹെൽമെറ്റ് പിടിച്ചെന്ന് പറയരുത്. ഹെൽമെറ്റ് ചിലപ്പം അത് കണ്ടെത്തിയെന്ന് വരാം. അപ്പൊ എപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതേപോലെ തലപ്പാവ് കെട്ടിയാൽ തലപ്പാവാണോ ഹെൽമെറ്റ് ആണോന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൃത്യമായിട്ട് കിട്ടിക്കോണമെന്നില്ല. അത് മറികടക്കാനുള്ള തലപ്പാവൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട് ആര്? ഒറിജിനൽ ഇന്റലിജൻസിന്റെ ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റലിജൻസ്, ഈ ഇന്റൻഷനെ അടക്കം അറിയാനുള്ള കഴിവ് അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട മലക്കുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. എല്ലാ മലക്കുകൾക്കും കൊടുക്കില്ല.
എല്ലാ മലക്കൾക്കും അത് അറിയേണ്ട കാര്യമില്ല. ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാരാണോ അവർക്ക് അതറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അതാണ് അവര് റെക്കോർഡ് ചെയ്യുന്നത്. നീ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന പ്രവൃത്തി ചെയ്ത സമയത്ത് നിന്റെ ഇന്റൻഷൻ ഇതായിരുന്നല്ലോ എന്ന് അവിടെ എഴുതി. അതാണ് യഅലമൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അവൻ അറിയുന്നു. ഇന്നൽ അബ്റാറ ലഫീ നഈം. പിന്നീട് പറഞ്ഞു ഇന്നൽ അബ്റാറ പുണ്യവാന്മാർ ലഫീ നഈം സുഖാനുഗ്രഹത്തിലായിരിക്കുന്നു. നഈം നമ്മൾ വേറെ എവിടെ പഠിച്ചുള്ള നഈം? മുത്തഫിഫീൻ. മുത്തഫിഫീൻ. ഇന്നൽ അബ്റാറ ഇതല്ലേ പഠിച്ചത്? ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായിക യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തുൻ നഈം. അബ്റാറും പഠിച്ചു, നഈമും പഠിച്ചു. നഈമും വേറെയും പഠിച്ചിട്ടുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നഈം. അപ്പൊ നഈമിന്റെ അർത്ഥം എന്താ? സുഖാനുഗ്രഹങ്ങൾ. ഞാൻ പറഞ്ഞെന്ന വാക്കൊന്നും ഓർമ്മയില്ല. എൻജോയ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കാണ് നഈം എന്ന് പറയുന്നത്. അത് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതാണ്. ഡിക്ഷണറിയിൽ നിന്ന് നോക്കുമ്പോൾ നഈമിന്റെ അർത്ഥം ഹുസ്നുൽ ഹാൽ, നല്ല ഗുണകരമായ അവസ്ഥ. വറാഹത്തുൽ ബാൽ, നല്ല ശീതളമായ അല്ലെങ്കിൽ മനോഹരമായ അവസ്ഥ. മാ യുതലസ്സസു ബിഹി ഫി ദുനിയ, ദുനിയാവിൽ എൻജോയ് ചെയ്യുന്നതായ സംഗതി. മിനസ്സിഹ്ഹത്തി, ആരോഗ്യത്താലും, വൽ ഫറാഗി, ഒഴിവ് സമയത്താലും, വൽ അംനി, നിർഭയത്വത്താലും, വൽ മത്അമി, ഭക്ഷണത്താലും, വൽ മശ്റബി, പാനീയത്തിനാലും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സംഗതികൾക്കാണ് എന്ത് ചെയ്യുന്നത്? നഈം എന്ന് പറയും. അപ്പോ ഇന്നൽ അബ്റാറ, അബ്റാർ എന്ന് പറഞ്ഞാല് ബർറ യബിറു, പുണ്യം ചെയ്തു. ബർറ യബിറു, പുണ്യം ചെയ്തു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം എന്നൊരു സ്ഥലത്തുണ്ട്. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ബർറിന്റെ ബഹുവചനമാണ് അബ്റാർ. ബർറ യബിറുവിന് ബാറുൻ എന്നും എന്ത് ചെയ്യാം? ബഹുവചനം പറയാം. ബാറുൻ എന്നും കർത്താവിന്റെ, ബർറുൻ എന്നും കർത്താവ് വരും, ബാറുൻ എന്നും കർത്താവ് വരും. ബാറുൻ. ബാറുൻ. അതേപോലെ അതിന്റെ ബഹുവചനം അബ്റാറുൻ, പുണ്യവാന്മാർ. ബർറിന്റെ ബഹുവചനമാണ് അബ്റാർ. ബാറിന്റെ ബഹുവചനം ബററത്തുൻ. ബററത്തുൻ പഠിച്ചില്ല നമ്മള്? കിറാമിൻ ബററ. അതെ. അപ്പൊ അവിടെ കിറാമിൻ ബററ. അപ്പൊ അവിടെ എന്താണ്? ജെറി ചെയ്തിട്ടാണ് കിറാമിൻ ബററത്തിൻ. അവര് കരീമിന്റെ ബഹുവചനമായ കിറാമു വന്നു, അവരെന്താണ്? ബററത്തുമാണ്. മാന്യന്മാരും ആദരണീയരും ആണ്, അതേപോലെ പുണ്യവാന്മാരും. ബററത്ത്, ബാറുൻ, ബററത്തുൻ രണ്ടായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പഠിച്ചു വെക്കുക. ബർറ യബിറുവിന്റെ കർത്താവ് ബർറുൻ എന്നും പറയാം, ബാറുൻ എന്നും പറയാം. നഹു ഹുവൽ ബർറുർ റഹീം എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബർറുൻ എന്ന് പറയാം, ബാറുൻ എന്നും പറയാം. അതിന്റെ രണ്ടിന്റെയും ബഹുവചനം ബററത്തുൻ വ അബ്റാറുൻ. ബററത്തുൻ എന്നും അബ്റാറുൻ എന്നുമാണ് ബഹുവചനം. ഇന്നൽ അബ്റാറ ലഫീ നഈം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പരസ്പര ബന്ധങ്ങൾ നോക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അവസാനം പറഞ്ഞ കാര്യം നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തത അനുഭവപ്പെടാം.
അതേസമയം വായിച്ചു വരുമ്പോൾ എന്താണ് കിറാമൻ കാത്തിബീൻ ഇന്ന അലൈക്കും ഹാഫിളീൻ സൂക്ഷിപ്പുകാരെ കുറിച്ച് പറഞ്ഞിട്ട് സൂക്ഷിപ്പുകാരുടെ വിശേഷണം കിറാമൻ കാത്തിബീൻ ആണെന്ന് പറഞ്ഞു. ഇത് യാലമൂന മാത്രം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒക്കെയും അവരറിയും എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒക്കെയും അവനറിയും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിങ്ങളിൽ നന്മ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും, തിന്മ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും. എന്നിട്ട് എടുത്ത് പറഞ്ഞത് ഇന്നല്ല ബറാറലഫീനഹി, നന്മ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കി അതിന് ശേഷം അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ വരും. ഇന്നല്ല ബറാറ ലഫീനഹി. ഓക്കെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്? ആരെങ്കിലും മറന്നോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ആരെങ്കിലും മറന്നോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊക്കെ എഴുതി വെച്ചു. എന്തൊക്കെയാണ് എഴുതി വെച്ചത്? എഴുതി വെച്ചത് നിങ്ങൾ കൊണ്ടുവന്നില്ല. വേറെ സ്ഥലത്തല്ലേ. അത് പണ്ട് കൊള്ളക്കാര് പണ്ഡിതന്മാരെ പിടിച്ചു നിർത്തിയതുപോലെ കൊള്ളക്കാര് ഒരു പണ്ഡിതനെ പിടിച്ച് പണ്ഡിതനെ പിടിച്ചപ്പോഴത്തേക്ക് ഈ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തുള്ള പണമോ എന്റെ വസ്ത്രങ്ങളോ അതുപോലുള്ള സംഗതികളൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു നോട്ട്ബുക്ക് അതിനകത്തുണ്ട്. ആ നോട്ട്ബുക്ക് ഇനി തരണം. എന്താ നോട്ട്ബുക്ക് എന്ന് ചോദിച്ചു. ഞാൻ 10-11 വർഷം പഠിച്ച നോട്ടെല്ലാം അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഓഹോ, നീ ഒരു പണ്ഡിതനാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോ പണ്ഡിതന് എഴുത്ത് നോട്ട്ബുക്കിൽ എഴുതിയതാണെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ നിനക്ക് നഷ്ടമാകുമോ? നിന്റെ മറ്റ് സ്വത്തൊക്കെ നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ നഷ്ടമാകുമോ അതെന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ഡിതനെ തട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. കൊള്ളക്കാർ പണ്ഡിതനെ തട്ടിക്കളഞ്ഞു. നിന്നെ പോലെയുള്ള മറക്കുന്നവരെ നമുക്ക് വേണ്ടാന്ന്. അങ്ങനെയാണ് നസിയ നമുക്ക് പഠിക്കാൻ തീരുമാനിച്ചത്. നസിയ എന്താ അർത്ഥം? മറന്നു. നസിയ യൻസ. നസിയ യൻസ പോലെയുള്ള ക്രിയ വേറെ ഏത് പഠിച്ചിട്ടുണ്ട്? റളിയ യർള. ഇപ്പൊ നസിയ യൻസ വരുമ്പോ റളിയ റളു, റളീത്ത റളീത്തും എന്ന് പറഞ്ഞതുപോലെ നസിയ നസു, നസിയ അവൻ മറന്നു. അപ്പൊ നസുല്ലാഹ ഫനസിയഹും എന്നുണ്ട് ഒരു സ്ഥലത്ത് ഖുർആനിൽ. ഇപ്പൊ 2 വാക്കും കിട്ടും. നസുല്ലാഹ അവർ അള്ളയെ മറന്നു. ഫനസിയഹും അപ്പോൾ അവൻ അവരെയും മറന്നു. അതേപോലെ നസീത്തും റളീത്തും എന്ന് പറഞ്ഞ പോലെ നസീത്തും നസീതു നസീന ഞങ്ങൾ മറന്നു. യൻസൗന തൻസൗന അൻസ നൻസ. അപ്പോ റളിയ ഇർളയുടെ കൽപ്പന ഇർളൗ. അതേപോലെ ഇൻസൗ. ലാ തർള പറഞ്ഞ പോലെ ലാ തൻസൗ. ലാ തൻസ എന്താ അർത്ഥം? നീ മറക്കരുത്. ലാ തൻസ. നീ മറക്കരുത് എന്ന വിരോധക്രിയയാണെങ്കിൽ അവസാനം ദുർബലാക്ഷരം കാണില്ല. ഇൻസ എന്ന് പറഞ്ഞതുപോലെ ഇൻസ എന്ന് പറയുമ്പോൾ ദുർബലാക്ഷരമില്ല. അതാ യഹ്ദിക്ക് ഇഹ്ദി എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇൻസ. പക്ഷെ ഇവിടെ ഫത്ഹാണെന്നേ ഉള്ളൂ. അതേപോലെ ലാ തൻസ. അപ്പൊ ഇൻസ ലാ തൻസ എന്ന് പറയുന്ന 2 സ്ഥലത്തും അവസാനത്തെ അക്ഷരം ഇല്ല. അതേസമയം ഇൻസൗ നിങ്ങൾ മറക്കൂ, ലാ തൻസൗ നിങ്ങൾ മറക്കരുത്. പിന്നെ നാസ് എന്താ അർത്ഥം? ഇവിടെ മനുഷ്യരല്ല, ഇവിടെ കെസറാണ് നാസിന്.
ആ കസറ് ഇൻസാന് പോയപ്പോഴാണ് മനുഷ്യൻ. നാസിൻ, നസിയ, നാസിൻ, ഹദ, ഹാദിൻ, റളിയ, റാദിൻ എന്നതുപോലെയാണ് നാസിൻ വന്നത്. അപ്പൊ അങ്ങനെ നസിയാനുള്ളവനാണ്, മറവി ഉള്ളവനാണ് ആര്? മനുഷ്യൻ. നാസിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. നാസിൻ എന്ന് പറഞ്ഞാൽ മറന്നവൻ. നസിയ മറന്നു, നാസിൻ മറന്നവൻ. അതാണ് മനുഷ്യൻ. മനുഷ്യന് മറവി സംഭവിക്കും. പക്ഷേ മെമ്മറി ടെക്നിക്ക് ഉപയോഗിച്ചാൽ മെമ്മറി ദീർഘനാളുകൾ അല്ലെങ്കിൽ ദീർഘകാലം മനസ്സിൽ നിർത്താൻ പറ്റും വിവരങ്ങൾ. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ചെയ്താൽ. ഏത് ടെക്നിക്കാ? ടെക്നിക്കൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. NLP പഠിക്കാം. NLP പഠിക്കണം, അക്യുപഞ്ചർ പഠിക്കണം. അപ്പൊ അത് എല്ലാം കൂടെ നമുക്ക് ഖുർആൻ അക്യുപഞ്ചർ പ്രകൃതിയാണ്. അക്യുപഞ്ചറിന്റെ ഞാൻ പ്രകൃതിയാണ്, അക്യുപഞ്ചർ അല്ല. പ്രകൃതി, അക്യുപഞ്ചർ പ്രകൃതിയൊക്കെ ഒന്ന് തന്നെയാണ്. ഫുൾ അതില് പ്രകൃതിയാണ്. അതില് പ്രകൃതിക്കാര് മനസ്സിലാക്കാത്ത വേറൊരു പ്രകൃതിയാണ് അക്യുപഞ്ചർ. അത് നമുക്ക് പിന്നെ പഠിക്കാം. അക്യുപഞ്ചർ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അക്യുപഞ്ചർ സൂചി കുത്തൊക്കെ അല്ലേ? അടുത്ത ആഴ്ച പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും സൂചി കുത്താൻ പോകും. അക്യുപഞ്ചറിന് പിന്നെ വേറെ എന്തൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി അതിനെ മനുഷ്യന്റെ പ്രകൃതിയിലുള്ള സംഭവം തന്നെയാണ് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി. പിന്നെ ഇന്ത്യൻ അക്യുപഞ്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി കൂടി ഈ അക്യുപഞ്ചറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചൈനീസ് ഫിലോസഫിക്ക് അപ്പുറം ഇന്ത്യൻ ഫിലോസഫി കൂടെ ഉൾപ്പെടുത്തിക്കൊള്ളതാണ് ഇന്ത്യൻ അക്യുപഞ്ചർ. അതായത് ഇന്ത്യയിൽ പ്രകൃതി ചികിത്സയുണ്ട്. ആ പ്രകൃതി ചികിത്സയുടെ യഥാർത്ഥ അടിസ്ഥാനം എന്ത് ചെയ്തു എടുത്ത് അതിന്റെ എസൻസ്, പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന എസൻസ് അക്യുപഞ്ചറിൽ ചൈനീസ് അക്യുപഞ്ചറിനോട് ചേർത്തിട്ട് എന്ത് ചെയ്തു വികസിപ്പിച്ചതാണ് ഇന്ത്യൻ അക്യുപഞ്ചർ. അപ്പോ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ പഴയ അക്യുപഞ്ചർ ചൈനീസ് ഫിലോസഫിയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് പറയുന്നത്. പഴയ ചൈനീസ് ഫിലോസഫിയെ കുറിച്ച് ചൈനീസ് അക്യുപഞ്ചറിനെ കുറിച്ച് പറയുന്നത് 1 single needle can cure more than 10,000 diseases. ഒരു ചെറിയ സൂചി കൊണ്ട് 10,000-ലധികം രോഗങ്ങളെ ചികിത്സിക്കാമെന്നാണ് എന്നാണ് ക്ലാസിക് ചൈനീസ് അക്യുപഞ്ചറിലുള്ളത്. അത് പിന്നീട് നഷ്ടപ്പെട്ടു പോയി. അതിന് ശരിയായ ഫിലോസഫിയും ക്രമമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അത് ഇന്ത്യക്കാര് കൊണ്ടുവന്നപ്പോഴേ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഓൾറെഡി നാച്ചുറോപ്പതിയും അതേപോലെ സിദ്ധവൈദ്യവും അതുമായി ബന്ധപ്പെട്ട കുറെ വൈദ്യങ്ങളൊക്കെ നിലനിൽക്കും. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, അതിൻ്റെ ചികിത്സാ രീതിയല്ല, അതിൻ്റെ രോഗത്തിൻ്റെ മൂലകാരണങ്ങളെ കുറിച്ച് പറയുന്നു. ആ മൂലകാരണങ്ങൾ അക്യുപഞ്ചറിൽ, ചൈനീസ് അക്യുപഞ്ചറിൽ മെർജ് ചെയ്തിട്ടാണ് ഇന്ത്യൻ അക്യുപഞ്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. എനിവേ, അതൊന്നും ലാ തൻസൗ, നിങ്ങൾ മറക്കരുത്. ഖുർആനിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ മറക്കരുത്? ലാ തൻസൗ ഉണ്ട്. നിങ്ങൾ അൽ ബഖറ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, ഞാനില്ല. നിങ്ങളില്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അല്ലേ പറയാം. ലാ തൻസൗൽ ഫദ്ല ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠതകളെ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ അതുണ്ട്. നാസിൻ മറക്കുന്നവൻ, മൻസിയുൻ മറക്കപ്പെട്ടത്, വകുന്തു നസിയം മൻസിയ, മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയ, ഞാൻ ഇതിനു മുമ്പ് അങ്ങ് മരിച്ചു പോവുകയും ഞാൻ നസിയൻ മറവിയും മൻസിയൻ മറക്കപ്പെട്ടതും
ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുന്തു നസ്യം മൻസിയ. നസ്യൻ മറവി, മൻസിയൻ മറക്കപ്പെട്ടത്, നാസിൻ മറക്കുന്നവൻ. ഹിയ നസിയത്ത്, ഹിയ നസിയത്ത്, ഹിയ തൻസ. അപ്പൊ നസിയ അപ്പൊ നസു. നാസിനും മനുഷ്യൻ എന്നുള്ളോ മറക്കപ്പെടുന്ന ഒക്കെ ഒന്ന് തന്നെ. അപ്പൊ നാസ് മറക്കപ്പെടുന്നതല്ല, നാസ് എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ. മറക്കുന്നവൻ ആ മനുഷ്യൻ. നിങ്ങളല്ലേ പറഞ്ഞത് മറന്നുപോയി എന്ന്. അപ്പൊ മനുഷ്യനല്ലേ. അപ്പൊ മനുഷ്യൻ മറന്നു പോകുന്നതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പേര് കിട്ടിയത്. യഥാർത്ഥത്തിൽ നസിയ എന്ന ക്രിയയിൽ നിന്നും നാസിൻ എന്നാണ് വന്നിരിക്കുന്നത്. പിന്നീട് അത് നാമമായിട്ടൊക്കെ ഉപയോഗിച്ചപ്പോ നാസിൻ എന്നായി. മറവി ഉള്ളവനെന്നർത്ഥം. മറവി സാധാരണ നേരത്തെ പറഞ്ഞത് മറവി സ്വാഭാവികമാണ്. ആ മറവി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്കുകളുണ്ട്. നേരത്തെ മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ദീർഘശ്വാസം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അത് ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യില്ല. പ്രകൃതിയിൽ പിന്നെ നോമ്പെടുക്കുക അതല്ലേ ഉള്ളൂ. പ്രകൃതിയിലോ? പിന്നെ യോഗമൊക്കെ പറയുന്നുണ്ട്. ദീർഘശ്വാസം യോഗയിൽ പറയുന്നുണ്ടല്ലോ. യോഗ ഞാൻ ചെയ്യില്ല. ഞാൻ ഒന്നും പോയി ചെയ്തതല്ല, സ്വന്തമായിട്ട് ചെയ്യാമില്ല. ഭക്ഷണം നിയന്ത്രിക്കുക മാത്രം. ഞാൻ പറഞ്ഞല്ലേ ദീർഘശ്വാസം എടുക്കണമെന്ന്. എന്താ ചെയ്യാ? അത് ഞാൻ എടുത്തില്ല ഇതുവരെ. ഒരു ദിവസം ഒരായത്ത് പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞു. ദീർഘശ്വാസം എടുക്കാനും പറഞ്ഞു. അത് ഒരു ദിവസം ഒരായത്ത് പഠിക്കുന്നില്ല. പിന്നെ ഞാൻ ഇതുവരെ നമ്മൾ പഠിച്ച മുതൽ ആദ്യം എമ്മ ജുസ് ഞാൻ ഇതുവരെ ബൈഹാർട്ട് ആക്കിയില്ല. അപ്പൊ അതുകൊണ്ട് അതും ഇങ്ങനെ ബൈഹാർട്ട് ആക്കിക്കൊണ്ടിരിക്കും എടുത്തത് വരെ. അല്ലാതെ വേറെ പഠിക്കില്ല, വേറെ പഠിച്ചില്ല. അപ്പൊ ഇത്രയും ആഴ്ചയായി, 80 ആഴ്ചയായിട്ട്, 80 ആഴ്ചയും പ്ലസ് ഒരു 10 ആഴ്ചയെങ്കിലും കൂട്ടിക്കും. 10 ആഴ്ചയും കൂടെ കൂട്ടിയാൽ 90 ആഴ്ചയായിട്ട് നിങ്ങൾ ഏതാണ് പഠിച്ചത്? ഒരാഴ്ചയിൽ ഒരു ആയത്ത് പഠിച്ചിരുന്നെങ്കിൽ എത്ര ആയത്ത് തീരുമായിരുന്നു? മൂന്നായത്തായി. പിന്നെ ഇങ്ങനെ പറയുന്നതാണോ ഒരായത്ത് ആണോ പഠിക്കാൻ? എനിവേ, ഇതൊക്കെ ചെയ്താൽ മെമ്മറി ടെക്നിക്കുകൾ, മെമ്മറി വർദ്ധിക്കും. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ ആവർത്തിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് ആവർത്തിച്ചത് 1 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക. 1 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്തത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റിവൈസ് വീണ്ടും റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഖുർആൻ അർത്ഥം പറഞ്ഞ് മാത്രം വായിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഇതിനുള്ള സംഗതി. അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നഹ്വ് ആ പുസ്തകം കുറച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഓക്കെ, ലാ തൻസൗ, നിങ്ങൾ മറക്കരുത്. നമ്മളിപ്പോ വേറൊരു ക്ലാസ്സിലാണുള്ളത്, നസിയയിലാണുള്ളത്, മറന്ന ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, ഒരാൾ പറയും നസിയ പട്ടിക പറയും. നസിയ മറന്നു, നസിയ നസു, നസീത്ത നസീത്തും, നസീത്തു നസീന, തൻസ എൻസൗന, തൻസ തൻസോന, അൻസ നൻസ, ഇൻസ ഇൻസൗ, ലാ തൻസ ലാ തൻസൗ, നാസിൻ മൻസിയുൻ. ലാ തൻസ എന്ന് പറയരുത്, ലാ തൻസ. ലാ തൻസ, ലാ തൻസ ലാ തൻസൗ, നാസിൻ മൻസിയുൻ, നസിയുൻ, ഹിയ നസിയത്ത്, ഹിയ തൻസ. മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേപോലെയുള്ള വാക്കാണ് ഗശിയ. ഗശിയ, നസിയ, യൻസ, ഗശിയ, യഗ്ഷ, ഗശിയ, യഗ്ഷ. അതേപോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഗശിയ, യഗ്ഷ, യഗ്ഷ, യഗ്ഷൗ, ലാ തഗ്ഷ, ലാ തഗ്ഷൗ, ഗാശിൻ, മഗ്ഷിയുൻ, ഗശ്യുൻ, ഗാശിൻ, മഗ്ഷിയുൻ. ഓക്കെ, ഇതിൽ ഏത് പഠിച്ചു നമ്മള്? ഗശിയയുടെ ഏത് രൂപം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്? ഹദീസുൽ ഗാശിയത്തി. ഗാശിയത്ത് എങ്ങനെ വന്നു? ഗശിയ മറന്നു, ഗശിയ മറന്നു. ഗാശിൻ മറക്കുന്നവൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
മൂടുന്ന ഹാഷിൻ സംഭവം. എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ. അപ്പൊ അവിടെ ദുർബലാക്ഷരം പോയിട്ടുണ്ട് അവസാനത്തെ അക്ഷരം. റളിയ പോലെ, റഷിയ പോലെ, നസിയ പോലെ ദുർബലാക്ഷരത്തിൽ അവസാനിക്കുന്ന, ഹദ പോലെ ദുർബലാക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയയാണെങ്കിൽ കർത്താവിന് രൂപം വരുമ്പോൾ ദുർബലാക്ഷരം പോകും. പക്ഷെ ആ കർത്താവിനെ സ്ത്രീലിംഗമാക്കണമെങ്കിൽ ആ പോയ അക്ഷരത്തെ തിരിച്ചുകൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാണ് ഹാദിൻ എന്നുള്ളത് ഹാദിയത്തുൻ എന്നാകും. ഹാദിൻ ഹാദിയത്തുൻ. ഇപ്പൊ നാസിൻ നാസിയത്തുൻ. നാസിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാദല്ല കേട്ടോ, സ്വാദ് വേറെ, സ്വാദ് മൂർത്താവാണ്. സീന് വന്നപ്പോ നാസിയത്തിന് മറക്കുന്നവൻ. അതേ നമ്മൾ പഠിച്ചു റാളിയത്തുൻ. ഈശത്തിൻ റാളിയത്തിൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ റാളിയത്തിൻ എന്ന് പറഞ്ഞാൽ റളിയ തൃപ്തിപ്പെട്ടു, റാളിൻ തൃപ്തിപ്പെടുന്നവൻ. അതിന്റെ സ്ത്രീലിംഗത്തിന് രൂപം വരുമ്പോൾ ദുർബലാക്ഷരം തിരിച്ചു വരണം. അപ്പൊ റാളിയത്തിൻ എന്നാണ് വരിക, റാളിയത്തിൻ. അപ്പൊ അതേപോലെ റഷിയ ആവരണം ചെയ്തു അല്ലെങ്കിൽ മൂടി, റഷിയ. അപ്പൊ ഹാഷിൻ, ഹാഷിൻ മൂടുന്നത് അല്ലെങ്കിൽ മൂടുന്നവൻ. ഇനി അതിനെ സ്ത്രീലിംഗമാക്കണമെങ്കിൽ പോയ ദുർബലാക്ഷരം തിരിച്ചുകൊണ്ടുവരണം. ഹാഷിയത്തുൻ. ഓക്കെ, അങ്ങനെയാണ് ഹാഷിയത്തുണ്ട്. ഓക്കെ, ഒരാൾ പറയൂ ഹാഷിയ. വഷിയ വഷീന, വഷീത വഷീത്തും, വഷീത വഷീന, യക്ഷ യക്ഷൗന, തക്ഷ തക്ഷൗന, അക്ഷ നക്ഷ, യക്ഷ ക്ഷൗ, തക്ഷ തക്ഷൗ, വാഷിൻ നൗഷിൻ വഷിയൻ, യാഷിയത്ത് ഹാഷിൻ മഗ്ഷിയുൻ. വഷിയൻ വഷിയത്തുൻ, യാഷിയത്ത് യതൻസൗ, യതഗ്ഷ. വഷിയത്ത് യതക്ഷ. ഓക്കെ, ഓക്കെ. ഞാൻ വീണ്ടും അതില് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദല, എന്താർത്ഥം അദല? നീതി, നീതിമാൻ, നീതി പ്രവർത്തിച്ചു, നീതി പുലർത്തി. നേരെയാക്കി, സന്തുലിതമാക്കി ഒക്കെയുള്ള അർത്ഥം. റക്കബ, സംഘടിപ്പിച്ചു, സംഘടിപ്പിച്ചു. അബ്രാറിന്റെ ഏകവചനം ബർറുൻ, ബർറുൻ അല്ലെങ്കിൽ ബർറുൻ, ബാറുൻ. ബാറുൻ, ബർറുൻ അല്ലെങ്കിൽ ബാറുൻ, രണ്ടായാലും ശബ്ദമുണ്ട്. ബാറുൻ എന്ന് പറയുമ്പോ ശബ്ദമുണ്ട്, അല്ലെങ്കിൽ ബർറുൻ എന്ന് പറയുന്നിടത്തും ശബ്ദമുണ്ട്. ഓക്കെ, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഖുർആന്റെ ഭാഷയിൽ ആഴത്തിൽ അറിവ് നേടാനും അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവേകവും ബുദ്ധിയും, വിശേഷ ബുദ്ധിയും വിവേകവും വിജ്ഞാനവും ആഴത്തിലുള്ള അറിവും നൽകണമേ അല്ലാഹ്. പഠിക്കുന്നതിനെ ഓർമ്മിച്ച് വെക്കാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാഹ്. പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ അവസരങ്ങൾ നൽകണമേ അല്ലാഹ്. പഠിപ്പിക്കാനുള്ള അവസരം ഞങ്ങളുടെ ഉസ്താദ് തരുന്നുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിപ്പിക്കാനും. ഇപ്പൊ നമ്മള് കോഴിക്കോട് ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങിയോ? കോഴിക്കോട് ക്ലാസ് തുടങ്ങി. അതെന്താണ്? അതൊക്കെ കാലം കുറെ ആയില്ലേ? അല്ല, ഏത് ദിവസാ? പിന്നെ അത് ആൾക്കാർ കുറവാന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ ഇവിടെ കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ചേന്നമംഗലൂരാണ്. മുക്കം ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജ്. കോഴിക്കോട് ജില്ലയില് ചേന്നമംഗലൂരാണ്. ചേന്നമംഗലൂർ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ചേന്നമംഗലൂര് ഒരു 50 ആൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം എടുക്കും. നമുക്ക് ചേന്നമംഗലൂര് ക്ലാസ് തുടങ്ങാം. അതിനാളെ കിട്ടാൻ നോക്കണോ? നിങ്ങൾക്ക് ആളെ സംഘടിപ്പിച്ചോ? ആളെ നമ്മൾ സംഘടിപ്പിച്ചോളാം. ഒരു 50 ഇരിക്കാനുള്ള സ്ഥലം നിങ്ങൾ സംഘടിപ്പിച്ചു തരിക.
ചോദിച്ചു നോക്കട്ടെ. 50 പേർക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന് പഠിപ്പിക്കും. ഓക്കെ, അത് ഞാന് ആരോട് അന്വേഷിച്ചു നോക്കട്ടെ. ആ അപ്പൊ അതിന് മുന്നോടിയായി നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നടത്തും. അവിടെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ നടത്തും. ആളെങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? ആളെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് 50 ആക്കി ഇരിക്കാനുള്ള ഒരു സ്ഥല സൗകര്യം നിങ്ങൾ സജ്ജീകരിച്ചു തരണം. സജ്ജീകരിച്ചു തന്നാൽ പൊതുസ്ഥലമായിരിക്കണം. വീട് ആകുന്നത് ഒരു ഉചിതമായിരിക്കും തോന്നുന്നില്ല. പള്ളി പറ്റുമോ? പള്ളിയോ മദ്രസയോ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോ ചോദിച്ചു നോക്കട്ടെ. വലിയ പള്ളി, അവിടെ വലിയ പള്ളിയാണ്, പക്ഷെ ചോദിച്ചു നോക്കട്ടെ. നമുക്ക് വേറെ സംഘടന, നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, അത് അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് പറയുന്ന ഇതായിരിക്കും, അദ്ദേഹം വരട്ടെ നമുക്ക് സംസാരിക്കാൻ പറയും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യണം? സാങ്ഷൻ കിട്ടണം, അനുമതി ലഭിക്കണം. അനുമതി ലഭിച്ചാൽ, അനുമതി തരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ സമയത്തോളം 80 ക്ലാസ്സും ചിലപ്പം ബക്കറയിലും വേറെ പല ക്ലാസ്സിലൊക്കെ ചേർന്നിട്ടുണ്ടാകും. നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു വിഭാഗത്തെ സൃഷ്ടിക്കലല്ല, സംഘടനയോ അല്ലെങ്കിൽ സംഘടനയിൽ ആളെ ചേർക്കലോ അതൊന്നുമല്ല. അത്തരം ക്ലാസ്സുകൾ നമ്മൾ എടുക്കുകയുമില്ല. നിങ്ങൾ സംഘടനയിലേക്ക് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമ്മള് അറബി എങ്ങനെയാണോ ഖുർആൻ മനസ്സിലാക്കിയത്, അത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ്. ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഖുർആൻ അല്ല, നമ്മളിവിടെ മുജാഹിദും ജമാഅത്തും ഉണ്ട്. അപ്പൊ മുജാഹിദുകാരോടോ ജമാഅത്തുകാരോടോ രണ്ടുകൂട്ടരോട് ചോദിച്ചു നോക്കട്ടെ. ആരോട് ചോദിച്ചാലും അവരോട് പറയേണ്ടത് ഇതാണ്: നമ്മൾ ഒരു സംഘടനയിലേക്കും ആളിനെ ക്ഷണിക്കുന്നതോ അല്ലെങ്കിൽ ആളിനെ നിരുത്സാഹപ്പെടുത്തുന്നതോ അല്ല. നിങ്ങൾ ഈ സംഘടനയിൽ പോകരുത് അല്ലെങ്കിൽ പോകുന്നത് നല്ലതല്ല എന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുകയില്ല. അങ്ങനൊന്നും ഉണ്ടാവില്ല. പോകുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതുമല്ല, പോകാൻ പ്രേരിപ്പിക്കുന്നതുമല്ല. ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കുക. അതുകൊണ്ട് ഈ സ്ഥല സൗകര്യം അനുവദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് യാതൊരു ഇടങ്ങേറും ഉണ്ടാവില്ല. എടോ, നമ്മുടെ സംഘടനയിൽ നിന്ന് അയാൾ ആളിനെ പിടിച്ചിട്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ദോഷം ഉണ്ടായല്ലോ, വേറെ സംഘടനയ്ക്ക് ആൾക്കാരെ കൂട്ടിയില്ലെന്നൊന്നും ഇതുണ്ടാവില്ല. പരാതിയും ആരോപണങ്ങളൊന്നും പരിഭവമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ അനുഭവം അവരെ ബോധ്യപ്പെടുത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഞാൻ അവരുടെ അടുക്കൽ വന്നിട്ട് എന്റെ മികവ് പറയുന്നത് ഒരു എന്തായിരിക്കും, അത് മുഖസ്തുതി പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവ് ഒരാളുടെ അടുത്ത് പറയുന്നത് അത് ഉചിതമായിരിക്കില്ല. അതേസമയം ഇതിന്റെ മികവ് ഇതാണ് എന്ന് അനുഭവസ്ഥർ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ചേന്ദമംഗലൂരെ കുറിച്ചാണ് ഒരു അറിവ് കിട്ടിയത്. വേറെ എവിടെയെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ സങ്കല്പിക്കാൻ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ആലോചിക്കാം. ആരാണ് ആദ്യം പെർമിഷൻ വാങ്ങി തരുന്നത്, അവിടെ നമ്മൾ ആദ്യം തുടങ്ങും. നമ്മൾ പുതിയ അധ്യാപകരെ കണ്ടെത്തി അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. BOT അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നമ്മൾ ബിൽഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യും, പിന്നെ അടുത്ത തലമുറയെ ഏൽപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള വിട്ടുവീഴ്ച ചെയ്ത് തരട്ടെ. ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. പ്രയാസങ്ങൾ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ. നിന്റെ ദീനിന് വേണ്ടി എന്നെന്നും നിലനിൽക്കാനുള്ള ഇടറാത്ത പാദത്തോളും പതറാത്ത ചിത്തത്തോളും ഉറച്ചു നിൽക്കാൻ ഉള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥ അവർക്ക് നീ നൽകണമേ അല്ലാഹ്. ഇന്ന് കുറെ ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാം എന്താണ്? യഥാർത്ഥത്തിൽ ഇല്ലാ യഖൂലു റബ്ബി അല്ലാഹ്, റബ്ബുന അല്ലാഹ്, ഞങ്ങൾ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ്
പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള അവസ്ഥ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുക. എവിടെയുള്ളവരും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് സല്ലൂ ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വസല്ലൂ അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. സല്ലൂ ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചുകൊള്ളുക. ഒരാള് നമസ്കരിക്കുന്നു, അയാളെ ഇമാമാക്കി നീ പിന്നിൽ നമസ്കരിക്കണമെങ്കിൽ അയാളും ഇമാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ് എങ്കിൽ നിനക്ക് അയാളുടെ പിന്നിൽ നമസ്കരിക്കാം, മഅ്മൂമായി നമസ്കരിക്കാം. വസല്ലു അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആള് മരിച്ചാൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക. പിന്നെ അയാൾ എന്ത് വകുപ്പായിരുന്നു, എന്ത് സംഘടനക്കാരനായിരുന്നു, എന്ത് വിഭാഗക്കാരനായിരുന്നു എന്ന് നോക്കാനല്ല പറഞ്ഞത്. വേറെയും ഹദീസുകൾ ആ ഇനത്തിലുണ്ട്. അപ്പൊ ഇന്ന് പ്രയാസം അനുഭവിക്കുന്നവര് ഏത് കക്ഷിയാണോ, ഏത് വിഭാഗമാണോ എന്നല്ല നമ്മൾ നോക്കുന്നത്. ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞു? ഒരാൾ നീ നമസ്കരിക്കുന്ന നമ്മുടെ ഖിബലയെ അഭിമുഖീകരിക്കുകയും നാം അറുത്തതിനെ തിന്നുകയും ചെയ്യുന്നവനാണ് എന്ത്? മുസ്ലിം. വഹുവ മുഅ്മിൻ എന്ന് പറഞ്ഞു. മനസ്സല്ലാ സ്വലാത്തന, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവൻ. വസ്തഖ്ബല ഖിബലതന, നാം അഭിമുഖീകരിക്കുന്ന ഖിബലയെ അഭിമുഖീകരിക്കുന്നവൻ. വഅകല സബീഹതന, നാം അറുത്തതിനെ തിന്നുന്നവൻ. വദാലിക്കൽ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. ഔ കമാ ഖാല. ഈ ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ പ്രയാസം അനുഭവിക്കുമ്പോൾ അവരുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കെടുക്കുകയും അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അവരുടെ എല്ലാം പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.